നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒക്ലോമാ സിറ്റിയിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം ജോർജ് തോമസ് ഹല്ലേലൂയ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ഹല്ലേലൂയ പാട്ടിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥനയായിരുന്നു പാട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവിന്റെ അതിമഹത്വം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യകാലവും കർത്താവിന്റെ സന്നിധിയിൽ ഓക്ലഹോമ പ്രയർ ലൈനിൽ കൂടെ കടന്നു വരുവാൻ ദൈവം നമുക്കെല്ലാം ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കൂരിൽ തലവിലേക്ക് നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഉണ്ടല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. സ്തോത്രം. എൻ്റെ ശത്രുക്കൾക്കാങ്ക് എനിക്ക് വിരുന്നൊരുക്കുന്നു. സ്തോത്രം. എൻ്റെ തല എന്നോട് അഭിഷേകം. 23-ാം സങ്കീർത്തനത്തിന്റെ ഉടനീളം ഓർപ്പിക്കുന്ന ഈ ഗാനം പാടുവാൻ തക്കവണ്ണം ദൈവം കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തൻ, ഇരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ നീ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ എൻ്റെ ഇടയൻ, പാലിക്കുന്നവൻ എന്നെ ദിനവും. എൻ്റെ ആയുസ്സിൻ നാളെല്ലാം അങ്ങ് പാടി പുകഴ്ത്തിയിടും ഞാൻ. യഹോവ എൻ്റെ ഇടയൻ, പാലിക്കുന്നവൻ എന്നെ ദിനവും. എൻ്റെ ആയുസ്സിൻ നാളെല്ലാം അങ്ങ് പാടി പുകഴ്ത്തിയിടും ഞാൻ. പച്ചപ്പുൽപ്പുറത്തന്നെ കിടത്തുന്നവൻ, നിശ്ചല ജലം എന്നെ കുടിപ്പിക്കുന്നു. പച്ചപ്പുൽപ്പുറത്തന്നെ കിടത്തുന്നവൻ, നിശ്ചല ജലം എന്നെ കുടിപ്പിക്കുന്നു. എൻ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. നീതിയിൻ പാതയിൽ നടത്തുന്നെ, എൻ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. നീതിയിൻ പാതയിൽ നടത്തുന്നെ. യഹോവ എൻ്റെ ഇടയൻ, പാലിക്കുന്നവൻ എന്നെ ദിനവും. എൻ്റെ ആയുസ്സിൻ നാളെല്ലാം അങ്ങെ പാടി സ്തുതിച്ചിടും ഞാൻ. എൻ്റെ ആയുസ്സിൻ നാളെല്ലാം അങ്ങെ പാടി പുകഴ്ത്തിടും ഞാൻ. കൂരിരുളിൻ താഴ്വരയിൽ ഞാൻ നടന്നാലും ഭാവിക്കില്ല യാതൊരു അനർത്ഥങ്ങളും. കൂരിരുളിൻ താഴ്വരയിൽ ഞാൻ നടന്നാലും ഭാവിക്കില്ല യാതൊരു അനർത്ഥങ്ങളും. തൻ ശക്തി എന്മേൽ പകർന്നിടുവാൻ ഉന്നതൻ എന്നോട് കൂടെയുണ്ടല്ലോ. തൻ ശക്തി എന്മേൽ പകർന്നിടുവാൻ ഉന്നതൻ എന്നോട് കൂടെയുണ്ടല്ലോ. യഹോവ എൻ്റെ ഇടയൻ, പാലിക്കുന്നവൻ എന്നെ ദിനവും. എൻ്റെ ആയുസ്സിൻ നാളെല്ലാം അങ്ങ് പാടി സ്തുതിച്ചിടും ഞാൻ. എൻ്റെ ആയുസ്സിൻ നാളെല്ലാം അങ്ങ് പാടി പുകഴ്ത്തിടും ഞാൻ. ശത്രുക്കൾ കാൺകെ വിരുന്നൊരുക്കുന്നു, എൻ തലയെ അഭിഷേകം ചെയ്യും. ശത്രുക്കൾ കാൺകെ വിരുന്നൊരുക്കുന്നു, എൻ തലയെ അഭിഷേകം ചെയ്യും. എൻ പാനപാത്രവും നിറയ്ക്കുന്നവൻ, ദീർഘകാലം വസിക്കും നിന്നാലയം തന്നിൽ. എൻ പാനപാത്രം നിറയ്ക്കുന്നവൻ, ദീർഘകാലം
വസിക്കും നിന്നാലയം തന്നിൽ. യഹോവ എന്റെ ഇടയൻ, പാലിക്കുന്നവൻ എന്നെ ദിനവും. എന്റെ ആയുസ്സിനാളല്ല അങ്ങ് പാടി പുകഴ്ത്തിയിടും ഞാൻ. എന്റെ ആയുസ്സിനാളല്ല അങ്ങ് പാടി പുകഴ്ത്തിയിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ഇന്ന് രാത്രി 23-ാം സങ്കീർത്തനത്തോട് ഹല്ലേലൂയ യോജിച്ച് പാടുവാൻ കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് സഹായിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പിന്നെ പാടുവാൻ സ്വർഗ്ഗത്തിലെ നല്ല ശബ്ദവും നല്ല സ്വരവും കൊടുക്കട്ടെ. ബുദ്ധി ഞാനും ദീർഘായുസ്സുണ്ട് ദാസനെ ദാസിയെ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പിള്ളേരിൽ എത്ര അനുഗ്രഹ വിഷയമാക്കി ദൈവം ഹല്ലേലൂയ കരുണെടുത്ത് ഉപയോഗിക്കുന്നു. സ്തോത്രം സ്തോത്രം. ആ പാട്ട് 23-ാം സങ്കീർത്തനം എത്ര ശ്രേഷ്ഠമേറിയ ഒരു സങ്കീർത്തനമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ നെഞ്ചത്തോട്ട് കരങ്ങൾ വെച്ചുകൊണ്ട് യഹോവ എന്റെ ഇടയനാകുന്നു നമുക്ക് പറയുവാൻ ഹല്ലേലൂയ സാധിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇത്ര നല്ല ഒരു ഇടയനെ ജീവൻ തന്ന മുഴുവൻ രക്തം ഊറ്റി തന്ന ഇത്ര നല്ല ഒരു ഇടയനെ കണ്ടുമുട്ടുവാൻ രക്ഷിതാൻ ദൈവമായി സ്വീകരിച്ച് ആ സൗഭാഗ്യം നമുക്ക് നൽകിയല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയനെന്ന് പറയുന്ന പോലെ തന്നെ സ്വർഗത്തിലെ ദൈവം പറയുന്നു ഹല്ലേലൂയ എന്റെ ജനം എന്റെ ജനം. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമേറിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും വെച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ ഗാനം പാടിയപ്പോൾ കർത്താവ് മഹത്വമെടുക്കുകയും ആ പാട്ടോടെ കർത്താവിനെ സ്തുതിപ്പാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. ഹല്ലേലൂയ. അനുഗ്രഹ സമൃദ്ധി നമ്മുടെ എല്ലാവരുടെ മേലും ദൈവം പകർന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർമാനം ദൈവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന ഹല്ലേലൂയ ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ മനുഷ്യ ശബ്ദമല്ല ദൈവത്തിന്റെ ശബ്ദം തന്നെ വചനം. ഹല്ലേലൂയ. അതിവിശുദ്ധമാവും നമ്മുടെ ദൈവം. അതിവിശുദ്ധനായ ദൈവം. ദൈവത്തിന്റെ വചനവും അതിവിശുദ്ധമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വചന കേൾവിയിൽ നമുക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ചെയ്തിടത്തെല്ലാം പ്രാപിപ്പാൻ ഹല്ലേലൂയ ഇടയായി തീരും. മഹാദൈവം പറഞ്ഞു എന്റെ വായിൽ പുറപ്പെട്ട എന്റെ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ എന്റെ അടുക്കൽ മടങ്ങി വരികയല്ല. ഇന്ന് രാത്രി കാലം വചനത്തിന്റെ പ്രവൃത്തികൾ ജീവനുള്ള വചനം ഹല്ലേലൂയ ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിന്റെ വചനം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഭയഭക്തിയും നിറയലും ഇന്ന് രാത്രികാലം മാത്രമല്ല നമ്മുടെ ജീവകാലം മുഴുവൻ ദൈവസനിൽ ഭയഭക്തിയോടും നിറയലോടും ഹല്ലേലൂയ ജീവിപ്പാനും വചനം കേൾക്കുമ്പോൾ അതിലൂടെ വാക്തത്വ അനുഗ്രഹങ്ങളെല്ലാം ദൈവം പകരും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വചനത്തിന്റെ വാതിൽ ആ ദൈവഭക്തന് തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിയോഗത്താൽ ചുരുക്കമായിട്ടൊരാൾ ശബ്ദമൊക്കെ ആത്മാ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പരമപിതാവേ കർത്താവേ സമയം സ്തോത്രം. ഈ സന്ധ്യാസമയം അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പാതപീഠത്തിൽ കടന്നു വരുന്നു കർത്താവേ. അതിന് ഈ പ്രയർ ലൈൻ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ലൈൻ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് കൊടുത്ത ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പജാദയമേ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാട്ടുപാടിയ ദൈവദാസനായി സ്തോത്രം. കുടുംബത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അപ്പാ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. നീ കൊടുത്ത സ്വരം നിനക്ക് വേണ്ടി പാടുവാൻ കർത്താവേ എടുത്ത് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ ദൈവമേ വചനവുമായി ദൈവദാസൻ കടന്നു വരുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിച്ചു കർത്താവേ ഞങ്ങളോട് വിളമ്പി തരുവാൻ തക്കവണ്ണം കർത്താവേ ദൈവദാസനെ നീ എടുത്ത് ഉപയോഗിക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ദൈവദാസനെ കർത്താവേ അപ്പാ അവിടുത്തെ വചനം സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവേ അവിടുത്തെ വചനത്തിന്റെ വാതിലപ്പച്ചൻ തുറന്നു കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മ
ആത്മനിറവോടുകൂടെ ഞങ്ങളോട് വചനം വിളിച്ചു പറയുവാൻ കർത്താവേ അവിടുന്ന് ഒരുക്കുമാറാകണമേ. ഒരുക്കിക്കൊണ്ടിരിക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടി ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ, ആരോഗ്യപരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ കർത്താവേ അപ്പച്ചാ ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് സഹായിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. അതിനായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു നാഥാ. ഹല്ലേലൂയ. വചനം കേട്ട് കർത്താവേ ഹല്ലേലൂയ അപ്പച്ചന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ, മറ്റുള്ളവരെ ഒരുക്കുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ലീഡ് ചെയ്യുന്ന ദേവദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ. കുടുംബം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിന്മേലും കർത്താവേ അപ്പച്ചൻ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധാനം ഇരിക്കട്ടപ്പാ. ദൈവമേ ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ അപ്പാ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. സകലം പ്രാർത്ഥനയും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ സൗകര്യങ്ങളേറിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഹോവഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഹല്ലേലൂയ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം ഒക്കലോമാസത്തിൽ ദൈവനെ സംസാരിക്കുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ബാബു ജേക്കബ് ബാബു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മ നിയോഗത്താൽ ഹല്ലേലൂയ അഭിഷക്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം കരങ്ങളിൽ എടുക്കുന്ന രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ ഹല്ലേലൂയ യഹോവേ അരുളിച്ചേണമേ അടിയാൻ കേൾക്കുന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കണം. എപ്പോൾ കേട്ടാലും കൊതിയും മതിയും തീരാത്ത ദൈവത്തിന്റെ വചനം. ഈ വചനം കേൾപ്പിയ യഹോവയുടെ വചനം മഹാദൈവത്തിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ സ്തോത്രം. വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തികളും അന്ന് പ്രവർത്തിച്ച അപ്പോസ്തലന്മാരാ നടന്ന വീര്യപ്രവൃത്തി സമയം വരെയും ദൈവപ്രവർത്തി നടന്നുകൊണ്ടിരിക്കാവും. കർത്താവ് എന്റെ പിതാവ് ഇന്ന് വരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ പരിശുദ്ധാത്മാവ് പ്രതി തരുമ്പോൾ അത് മനസ്സിലാക്കി നമ്മളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് നിർമ്മലമായ ഹൃദയമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഭക്തൻ ആഗ്രഹിക്കുന്നത് പോലെ ഹല്ലേലൂയ നിർമ്മല ഹൃദയത്തോട് പരമാർത്ഥ ഹൃദയത്തോടെ ഭയഭക്തിയോട് നമുക്ക് ദിവസത്തിലായിരിക്കാം. പ്രധാനപ്പെട്ടദാസൻ ഇവാഞ്ചലിസ്റ്റ് ബാബു ജേക്കബിനെ ഒക്കലമ്മ പ്രേരണയെ ആദ്യങ്ങളുടെ സ്നേഹത്തോടെ കൂടെ ക്ഷണിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവിന്റെ എന്നെ കേൾക്കാമോ? കേൾക്കാം 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 കേൾക്കാം. ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ പകലത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞ് ആമേൻ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈമറിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ അതങ്ങളൊന്ന് ചലിപ്പിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെ കാത്ത് പരിപാലിച്ച കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. പ്രിയ ദൈവജനമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പസമയം എന്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. എന്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആത്മീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുവാൻ, ആത്മാവിലും നിറയുവാൻ, പരിശുദ്ധാത്മാവിലെന്ന് അമ്മ ആവരണം ചെയ്യുവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ Hallelujah, glory to God, hallelujah, 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 hallelujah. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ ദിവസം കർത്താവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. വചനവുമായിട്ട് നിൽക്കുന്ന കർത്താവേ അവിടുന്ന് വഴികളെ തുറക്കണമേ കർത്താവേ. പുത്തൻ പ്രതീക്ഷകളെ വാതിലുകളെ തുറന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവേ യോഗ്യതയൊന്നുമില്ല കർത്താവേ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ല കർത്താവേ. അവിടുന്ന് സഹായിച്ചാട്ടെ കർത്താവേ, സഹായിച്ചാട്ടെ. കുറവുകളെ കുറ്റങ്ങള്
അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവെ, കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ആത്മാവിൽ എഴുതപ്പെട്ട വചനം ആത്മാവിൽ തന്നെ വിഭജിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കിക്കാട്ടെ കർത്താവെ. ഒരുമിച്ച് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കണം കർത്താവെ. അവിടുന്ന് കരം നീട്ടി ഒന്ന് സഹായിച്ചാട്ടെ കർത്താവെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ചിന്ത മണ്ഡലങ്ങളെ കർത്താവെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ശരീരാത്മദേഹികളെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തിക്കാട്ടെ. എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. Praise be to God. Hallelujah. 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 Glory to God. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. ഇത്രത്തോളം ഈ പ്രേരണയെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരു മുടക്കം കൂടാതെ അനുഗ്രഹിത ശുശ്രൂഷ നടത്താൻ കർത്താവ് ഓക്ലഹോമ പ്രേരണയെ സഹായിച്ചല്ലോ. മുഖ്യധാര പ്രവർത്തകരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സെഷൻ ലീഡിന്റെ കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹാദരവുകൾ അറിയിക്കുന്നു. എല്ലാ ആദരണീയരായ ദാസിദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യത്തിൽ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് വചനം ഷെയർ ചെയ്യേണ്ട കർത്താവിന്റെ ദാസന് ഇന്ന് ചില കാരണങ്ങളാലെ സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആമേൻ കർത്താവിന്റെ വചനവുമായി ഷെയർ ചെയ്യണം എന്ന് സാജൻ പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ മധ്യത്തിൽ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ദൈവജനമേ, പ്രാർത്ഥനയോടെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 54 അധ്യായത്തിന്റെ 10 വാക്യം ഇംഗ്ലീഷിലും മലയാളത്തിലൂടെ ഒന്ന് വായിക്കണമേ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എടുക്കട്ടെ. ഇംഗ്ലീഷ് സമയം എടുത്തു. ഓക്കെ. ആമേൻ. സ്തോത്രം. യെശയ്യ എത്ര പറഞ്ഞു? Isaiah chapter 54 verse 10. For the mountain shall depart and the hill be removed, but my kindness shall not depart from you, nor shall my covenant of peace be removed, says the Lord who was mercy on you. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ ദാസി ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാൻ കർത്താവ് കരുത്ത് നമ്മൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ദാസി ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. താങ്ക് യു. സുപരിചിതമായ വാക്യം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലേ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. വളരെയധികം കരുത്ത് നൽകുന്ന, ഉത്തേജനം നൽകുന്ന ഒരു ദൈവിക വാഗ്ദത്തമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആ വാക്യത്തെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് ദൈവജനമേ, പാർട്ട് എ എന്ന് പാർട്ട് ബി എന്ന് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. പാർട്ട് എ പറയാനുള്ള സമയമേ എൻ്റെ മുമ്പിലുള്ളൂ, പാർട്ട് ബി പറയുവാനുള്ള സമയം ഇല്ല. എങ്കിലും ഒന്ന് ടച്ച് ചെയ്യാൻ വേണമെങ്കിൽ പിന്നീട് ഒരു അവസരം കർത്താവ് തന്നാൽ ആ പാർട്ട് ബി ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദയ നമ്മെ വിട്ടുമാറുകയില്ല. ആമേൻ. സ്തോത്രം. പാർട്ട് ബി, നീങ്ങിപ്പോകാത്ത ദൈവത്തിന്റെ സമാധാന നിയമം. ഓർത്തോണേ, 2 വാക്കുകൾ മറന്നുപോകല്ലേ. കർത്താവിന്റെ ദൈവത്തിന്റെ ദയ നമ്മെ വിട്ടുമാറത്തില്ല. രണ്ടാമത്, നീങ്ങിപ്പോകാത്ത ദൈവത്തിന്റെ സമാധാന നിയമം. സമാധാന നിയമം. പ്രൈസ് ഗോഡ്. ആ വാക്യം ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. ബാക്കി ആ അടുത്ത പദം ശ്രദ്ധേയമാണ്. എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. എങ്കിലും എന്ന ആ ചെറിയ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. For the mountains may depart and the hills be removed, but my steadfast love shall not depart from you. ആ വാക്കുകളുടെ ആ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കേ. മുൻപിലുള്ളതും പിമ്പിലുള്ളതുമായ 2 യാഥാർത്ഥ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ്
എങ്കിലും എന്നുള്ളത്. എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല. നമ്മോടുള്ള ദൈവ സ്നേഹത്തിന്റെ ആഴവും തീഷ്ണതയുമാണ് ഈ സനാതന വചനത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ഈ വാക്യത്തിന്റെ കൂടെ ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ട ചില വാക്യങ്ങളുണ്ട് കേട്ടോ. സങ്കീർത്തനത്തിലാണ് കൂടുതലും കാണുന്നത്. സങ്കീർത്തനം 46 2 വാക്യമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കാം. സങ്കീർത്തനം 46 2 വാക്യം. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. മതി നാം ഭയപ്പെടുകയില്ല. നമ്മുടെ ദൈവത്തിന്റെ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോമിസസ്. കോരഹ് പുത്രന്മാരുടെ അനുഭവത്തിൽ നിന്ന് അവർ വിളിച്ചു പറയുന്ന സത്യമാണ് ഈ സങ്കീർത്തനം. അപ്പൊ അനുഭവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ പ്രളയനിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന ദൈവദാസൻ ആരാണെന്ന് എനിക്ക് മുഖാമുഖം കാണാൻ കഴിയത്തില്ല. അപ്പൊ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുക, സാർ അല്ലെങ്കിൽ ഒരു ദാസനെ അല്ലെ ദാസിയെ അനുഭവമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ ക്ഷമയോടെ ആ വാക്കുകൾ കേട്ടിരിക്കും. കാരണം അനുഭവം ഭയങ്കരമാണ്. അപ്പൊ തങ്ങളുടെ പിതാവായ കോരഹും കൂട്ടരും അവർ ചവിട്ടി നിന്നിരുന്ന കൽക്കീഴിലെ ഭൂമി മാറിപ്പോയപ്പോഴും ദൈവത്തിന്റെ മഹാകരുണയും ദൈവം നിമിത്തമാണ് കോരഹിന്റെ മക്കളായ കോരഹ് പുത്രന്മാർക്ക് ഇപ്പോൾ നിലനിൽക്കാൻ കഴിഞ്ഞത്. പ്രളയനുള്ള ദൈവജനമേ, ഇന്ന് രാത്രി കർത്താവിനെ നിങ്ങളോട് പറയാനുള്ളത്, പർവ്വതങ്ങൾ ചിലപ്പോൾ അനുകൂലമായിരിക്കാം. അന്നത്തെ ആ കോണ്ടെസ്റ്റിൽ വേണം നമ്മൾ ഈ വാക്യങ്ങളെ പഠിക്കേണ്ടത് കേട്ടോ. പർവ്വതങ്ങൾ ചിലപ്പോൾ സഹായമായി തീരാം. പണ്ട് കാലത്തെ പർവ്വതങ്ങൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ പലപ്പോഴും ആശ്രയമാണ്. രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് അങ്ങനെ പെട്ടെന്ന് വന്ന് ആക്രമിക്കാൻ സാധ്യമല്ല. പെട്ടെന്ന് വന്ന് ഫൈറ്റ് ചെയ്യാനൊന്നും കഴിയത്തില്ല, പാടാണ്. കാരണം പർവ്വതങ്ങൾ നിൽക്കുകയാണ്. ശക്തമേറിയ പർവ്വതം മാറിപ്പോയെന്നെങ്കിൽ ഇരിക്കട്ടെ, ഇമാജിൻ ചെയ്തു, ആ പർവ്വതം മാറിപ്പോയാലും നമ്മോടുള്ള ദൈവത്തിന്റെ ദയ ഒരിക്കലും മാറിപ്പോകത്തില്ല. സമുദ്രവും ഇരച്ച് കലങ്ങുന്ന വെള്ളവും ഒക്കെ എന്താ കാണിക്കുന്നറിയാമോ? നമ്മുടെ പ്രക്ഷുബ്ധമായിരിക്കുന്ന ചുറ്റുപാടുകളെ ആണ് കാണിക്കുന്നത്. നമുക്കെതിരെ ശത്രു അവന്റെ സകല ശക്തിയും ഉപയോഗിച്ച് നമ്മെ ഒതുക്കി തകർത്ത് തരിപ്പണമാക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് മാനസികമായ ക്ലേശങ്ങളിലൂടെ ആയിരിക്കാം, അത് ശാരീരികമായ ക്ലേശങ്ങളിലൂടെ ആയിരിക്കാം, അത് ഭൗതികമായ നന്മകളെ തടഞ്ഞുകൊണ്ടായിരിക്കാം, അത് ആത്മീകമായി ക്ഷീണിപ്പിച്ചുകൊണ്ടായിരിക്കാം, അത് കുടുംബ ജീവിതത്തോട് പോരാടിക്കൊണ്ടായിരിക്കാം, അത് തലമുറയുടെ നന്മയെ തടഞ്ഞു വെച്ച് ഞാൻ നിന്നെ മുന്നോട്ട് വിടത്തില്ല, ഈ തലമുറയിൽ നിന്നൊരു നന്മ അനുഭവിക്കത്തില്ല, ഈ തലമുറ ഇവിടം കൊണ്ട് ഞാൻ ഒരു കുത്ത് ഇട്ട് ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ദുഷ്ടശക്തിയായിരിക്കാം നമുക്കെതിരെ സകലവും ഇരച്ച് കലങ്ങുകയായിരിക്കാം. എത്ര ശക്തമായ കൊടുങ്കാറ്റിന്റെ നടുവിലും നമ്മളെ അടിയോടെ പറിച്ചു കളയുന്ന തിരമാലയുടെ നടുവിലാണെ പോലും അവയുടെ ആക്രോശം എത്ര ഉയർന്നു വന്നാലും സർവശക്തനായ കരുണയുടെ കടലായ നമ്മുടെ ദൈവത്തിന്റെ വിട്ടുമാറാത്ത ദയയും കരുണയും വിശ്വസ്തതയും നമ്മുടെ എപ്പോഴുമുണ്ട്. ആ അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രവും അർപ്പണം ചെയ്യാൻ കഴിയുമോ? ധൈര്യത്തോടെ സ്തോത്രം പറയാൻ കഴിയുമോ? പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. അപ്പൊ ഒരു പ്രോമിസാണ് ഇത്, കർത്താവിന്റെ വാഗ്ദത്തമാണ്. എന്റെ ദയ നിന്നെ വിട്ടു മാറുക ഇല്ല എന്നുള്ളത് ശക്തമേറിയ വാഗ്ദത്തമാണിത്. ലോജിക്കല് മാനുഷികമായിട്ട് ചിന്തിച്ചു നോക്കിക്കേ, സഭ്യമായ അസത്യമായ ഒരു കാര്യം പർവ്വതങ്ങൾ മാറിപ്പോവുക എന്നത്. അതികഠിനമായ പ്രളയം വന്നാൽ പോലും, ശക്തമായ ഭൂകമ്പം വന്നാൽ പോലും പർവ്വതങ്ങൾ ചലിക്കത്തില്ല. അത്രയ്ക്കും അത് ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇപ്പോഴും നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഹിമാലയ പർവ്വതത്തിനും
ആൽക്കസ് പർവ്വതത്തെ നിരകൾക്കുമൊക്കെ ഒരു ചെറിയ ഇളക്കം പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ദൈവമക്കളെ. ശക്തിയുള്ള പർവ്വതങ്ങൾ മാറിപ്പോയാലും, ആ കുന്നുകളൊക്കെ നീങ്ങിപ്പോയാലും, അതായത് നമ്മളെ സഹായിക്കും എന്ന് തോന്നുന്ന പലതും ആസ്ഥാനത്തായി തീരുമ്പോഴും, ആരും നമ്മെ സഹായിപ്പാൻ ഇല്ലെങ്കിലും, എത്ര വലിയ കഷ്ടതയിൽ കൂടിയാണ് നമ്മൾ പോകുന്നെങ്കിലും, നമ്മുടെ ദൈവത്തിന്റെ ദയ ഒരിക്കലും നമ്മെ വിട്ടു മാറുക ഇല്ല എന്ന് ദൈവം നമ്മോട് പ്രോമിസ് ചെയ്യുകയാണ്. വെറും പൊള്ളയായിട്ടുള്ള വാക്കല്ല ദൈവം പറയുന്നത്. ഉത്തേജനം നൽകുന്ന അനുഗ്രഹീത വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവജനമേ, മാനസികമായ ശാരീരികമായ ക്ലേശങ്ങളിലൂടെയാണ് ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, whatever it may be, അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം തരും. അത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽപ്പെട്ട കാര്യമാണ്. വിശ്വാസികൾ എന്ന നിലയിൽ, കർത്താവിന്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് ഒത്തിരി ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അതിലും വലിയ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മോട് കർത്താവിനുള്ളത് എന്ന് ഓർക്കണമേ. കർത്താവിന്റെ റെസ്പോൺസിബിലിറ്റിയിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ ആശ്വസിപ്പിക്കുക എന്നത്, നമ്മെ കരുത്തുള്ളവരാക്കി തീർക്കുക എന്നത്, നമ്മെ സമാധാനത്താൽ നിറയ്ക്കുക എന്നത്. അത് കർത്താവിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. കാരണം എന്നാ, 1 തെസ്സലോനിക്കർ 5:24 അതിമനോഹരമായ ശക്തമേറിയ ആ ഹല്ലേലൂയ സ്തോത്രം, ഓ ഹല്ലേലൂയ ഒരു വാക്യമാണ്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ എന്നാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നമ്മളെ വിളിച്ച ദൈവം ഒരു നാളും നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് ദൈവജനമേ, വിശ്വാസത്തോടെ നമ്മുടെ ആ കൈകൾ നമ്മുടെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ധൈര്യമായിരിക്കും, എൻ്റെ ദൈവത്തിന്റെ ദയ ഒരിക്കലും എന്നെ വിട്ടു മാറത്തില്ലെന്ന് എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്? നമ്മള് ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ, അല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പം ആ പ്ലെയിനെ കയറുമ്പോൾ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ? ആദ്യം നമ്മളിങ്ങനെ നോക്കും, ആ വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ പ്ലെയിനെ കയറുന്നത്. അപ്പൊ ഇടയ്ക്ക് വിൻഡോ ഒക്കെ, ഇപ്പം നമുക്കതൊന്നും വലിയ പുത്തരിയല്ല. അപ്പം ആ പ്ലെയിന്റെ ആ സൈഡിൽ ഇങ്ങനെ ആ വിൻഡോ തുറന്നു നോക്കും. പക്ഷെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളാ ഒരു വൈറ്റ് സ്മോക്കിനകത്തൂടെ ഇങ്ങനെ പോവാ. പ്ലെയിൻ എത്ര മുകളിലോട്ട് പോയാലും ആകാശവും അതേപോലെ തന്നെ ദൂരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു എൻഡ് അല്ലെങ്കിൽ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിന്റെ അവസാന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അന്നേരം ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന്, അതിന്റെ ആ ദൂരം അളക്കാൻ ആർക്കെങ്കിലും കഴിയുമോ പ്രിയരെ? നമുക്കത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അത്രമാത്രം വലുതാണ് ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത്. ആ വലിയ ദയ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ ഒന്ന് കരങ്ങളെ ഉയർത്തിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിന്റെ ദയ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. സങ്കീർത്തനം ഒന്ന് വായിക്കണമേ. ആ വാക്യം ബ്യൂട്ടിഫുൾ, അനുഗ്രഹീതമായ വാക്യ. ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ദയ ഒരുക്കി വെച്ചിരിക്കുക. സങ്കീർത്തനത്തിലെ ഒരു വാക്യം, 68 സങ്കീർത്തനം 10 വാക്യം. 68 സങ്കീർത്തനം 10 വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ. നിന്റെ കൂടെ 68:10 ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. കർത്താവ് മതി. ആ വാക്യം അങ്ങ് ധ്യാനിക്കണം. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഇൻ യുവർ ഗുഡ്നെസ് ഓ ഗോഡ് യു പ്രൊവൈഡ് ഫോർ ദ നീഡി പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനമേ, ദൈവം തക്ക സമയത്ത് നൽകാനായിട്ട് മറ്റാരും കൊണ്ടുപോകാതെയും കാണാതെയും ദൈവത്തിന്റെ ദയ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്.
ഒരു കാര്യം ഓർക്കണമേ, നാം ഇന്ന് അനുഭവിക്കുന്ന പല നന്മകളും അനുഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ദയ കൊണ്ടാണെന്ന് ഓർക്കണമേ. ദൈവം നമുക്കൊരു നന്മ തരാൻ നിശ്ചയിച്ചുവെങ്കിൽ അത് മറ്റാരും അവഹരിക്കാതെ നമുക്ക് തരാൻ അവിടുന്ന് ബാധ്യസ്ഥനാണ്. ദൈവത്തിന്റെ ദയയാലാണ് നമുക്ക് ആ നന്മ ലഭിക്കുന്നത് എന്ന് രാത്രി നമ്മൾ ഓർക്കണമേ. കഠിനമായ കഷ്ടതയുടെ നടുവിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചതെന്ന് ഓർത്തേ. നമ്മോടുള്ള ദൈവത്തിന്റെ ദയ കൊണ്ടാണെന്ന് ഓർക്കണമേ. നമ്മ ഇന്ന് ഈ ഭൂമുഖത്ത് ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദയ കൊണ്ടാണെന്ന് ഓർക്കണമേ. അപ്പൊ നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഒരിക്കലും നമ്മൾ പെറുപെറുക്കരുത്. ദൈവജനമേ, ഞാനൊരു ഷോർട്ട് സ്റ്റോറി വായിച്ചത് ഇംഗ്ലീഷിലാണ്. അത് ഞാൻ മലയാളത്തിൽ പെട്ടെന്ന് പറയാം. ദൈവത്തിന്റെ ഒരു മെമ്മോ എന്ന ഒരു ബുക്കാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കഥയാണ്. ദൈവത്തിൽ നിന്ന് ഒരു മെമ്മോ എന്ന പേരിലുള്ള ഒരു ചെറിയ കഥയുണ്ട്. അതിലെ പ്രസക്തമായ ഭാഗം മാത്രം ഞാൻ പറയാം. നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. അത് ഇങ്ങനെയാണ് അതിന്റെ ചുരുക്കം. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉള്ളത് എൻ്റെ ഈ ബോക്സ്, ഈ പെട്ടിയിലിടുക. എൻ്റെ പെട്ടിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, ആ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയോ വിഷമിക്കുകയോ വേണ്ട. പിന്നെ എന്നിട്ട് പറയുക കേട്ടോ, നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്താണോ? മാനസികമായി നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ അധ്വാനഭാരം കൂടുതലാണോ? അങ്ങനെ നിങ്ങളെ ചിന്തിച്ച് വിഷമിച്ച് ഉള്ളിഞ്ഞരങ്ങുന്നുവെങ്കിൽ ഓർക്കുക, വർഷങ്ങളായിട്ടൊരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ആയിരങ്ങൾ അല്ല 10,000 ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണമേ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജോലിക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുക. അത് ദൈവത്തിന്റെ ദയയാണ്. തീർന്നില്ല കേട്ടോ. പിന്നെ പറയാ, നിങ്ങൾക്ക് ശരീരത്തില് ക്ലേശം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയരുത് എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ തന്നെ വിഷമിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയരുത്. അത് സ്റ്റോപ്പ് ചെയ്യണം. വിഷമിക്കേണ്ട. ആയിരക്കണക്കിന് ആളുകൾ കൈയും കാലും നഷ്ടപ്പെട്ടിട്ട് വീൽ ചെയറിലും ഹാൻഡിക്യാപ്ഡ് സ്കൂട്ടറിലുമായിരിക്കുന്ന അവരെ ഒന്ന് ഓർക്കുക. നിങ്ങൾക്ക് ശാരീരിക ക്ലേശമുണ്ടെങ്കിലും ദൈവം ജയോത്സകരമായി നിങ്ങളെ നടത്തുന്നത് ദൈവത്തിന്റെ ദയയാണെന്ന് പറയുക. പിന്നെ അടുത്ത വാക്ക്, നിങ്ങളുടെ തലമുടിയിൽ നര വീഴാൻ തുടങ്ങി എന്നോർത്ത് നിങ്ങൾ അങ്ങ് വിഷമിക്കുകയാണ്. എന്നും രാവിലെ നിങ്ങളെ കണ്ണാടിയുടെ മുമ്പിൽ ഒരുങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ തലമുടിയിൽ നര വീഴാൻ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണോ? ചെയ്യരുത്. ഓർക്കുക, ക്യാൻസർ വന്ന് കീമോതെറാപ്പി മൂലം മുടി മുഴുവൻ നഷ്ടപ്പെട്ടു പോയ അനേക ആയിരങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ പറയാം, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുകയാണോ? ഓർക്കണേ, ജീവിതത്തിൽ ഒരിക്കലും സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തവരെ ഓർക്കുക. എത്രയോ പേരാണ് ഹോംലെസ് ആയിട്ട് കടയുടെ വരാന്തയിലും റോഡിന്റെ സൈഡിലും പാലത്തിന്റെ അടിയിലും ഒക്കെ കിടക്കുന്നത്. അവരെ ആരും സ്നേഹിക്കുന്നില്ലെന്നേ. പിന്നെ പറയാം, നിങ്ങൾക്കൊരു പുതിയ വാഹനമില്ല എന്ന് പറഞ്ഞ് മുറുമുറുക്കുകയാണോ? അരുത്. ഒരു കാറോ സ്കൂട്ടറോ മേടിക്കാൻ വകയില്ലാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇന്നുണ്ട്, ലോകത്തിലുണ്ടെന്ന് ഓർക്കണമേ. നിങ്ങളുടെ പഴയ വാഹനമാണെങ്കിലും ആ വാഹനത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാതെ ദൈവത്തിന്റെ ദയയാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പീപ്പിൾ ഓഫ് ഗോഡ്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദയയും നന്മയും ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം പ്രിയരെ. ഹല്ലേലൂയ. ആ ദയ ഒന്ന് ഓർത്തേ. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. വിലാപങ്ങളിൽ ഒരു വാക്യമുണ്ട്, ഞാനത് വായിക്കാം. കർത്താവിന്റെ ദാസിയെ 3-22 വാക്യം നമ്മുടെ നെഞ്ചകത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കണമേ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. വാക്യം നിങ്ങൾ ഫില്ല് ചെയ്തേ. കാണാതെ അറിയാവുന്ന വാക്യല്ലേ? യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. 23 വാക്യം കൂടെ നിങ്ങൾ കൂടെ വച്ചു വായിക്കണേ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു.
പ്രേരണയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഓരോ ദിവസവും പുതിയതായ ദയാണ് നാം അനുഭവിക്കുന്നത്. കെട്ടിക്കിടന്ന് നാറ്റം വമിക്കുന്ന ട്രാഷിന്റെ അവസ്ഥയല്ലെന്നേ, ഓരോ ദിവസവും പുതുമയോടെ പുതിയ പുതിയ ദൈവത്തിന്റെ ദയക്കായിട്ട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദയക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. ദൈവത്തിന്റെ ആ ദയയെ കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് സമയം പോരാ. ഒരു വാക്യം ഞാൻ പറയാം, 1-2 വാക്യം പെട്ടെന്ന് പറഞ്ഞുതരാം. 103 സങ്കീർത്തനം 103 വാക്യം. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ആ വാക്ക് ശ്രദ്ധേയമാണ്, അണിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വേദസുത്തമാണത്. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു, നിന്നെ ധരിപ്പിക്കുന്നു. നമ്മളെ ഈ വസ്ത്രം ധരിക്കുന്നത് അത് അത്യാവശ്യമായിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ആഭരണം അല്ലെങ്കിലൊക്കെ ഒരു സ്റ്റൈലിലൊക്കെ ഓർണമെന്റ്സ് ഒക്കെ അണിയുന്നത് അത്രയ്ക്കും അത്യാവശ്യമായിട്ട് കാര്യമൊന്നുമല്ല. എന്നാൽ ആഭരണം ഇടുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് മോടി പിടിപ്പിക്കാൻ, അലങ്കരിക്കാനും ഒക്കെയാണ് അത് സഹായിക്കുന്നത്. ഇതുപോലെ 103 സങ്കീർത്തനം 3 വാക്യം മുതൽ വായിക്കണമേ. അതിൽ പറയുന്നത് ആദ്യം നമ്മുടെ അകൃത്യമൊക്കെയും കർത്താവ് മോചിക്കുന്നു, പിന്നീട് സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുന്നു, പിന്നെ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അങ്ങനെ പടിയായിട്ട് ദൈവം നമ്മുടെ അകൃത്യം മോചിക്കുന്നു, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അതൊക്കെ ചെയ്തു കഴിഞ്ഞാണ് ദൈവം തന്റെ ദയയും കരുണയും കൊണ്ട് അലങ്കരിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത വാക്ക് തന്നെ, യൗവനം കഴുകനെ പോലെ പുതുക്കുന്നു, വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയാണ്, ഇന്ന് വരെ ആക്ഷേപരഹിതമാക്കി നമ്മെ ഈ ദേശത്ത് നമ്മളെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ദയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം നമ്മെ ജയത്തോടെ നിർത്തിയിരിക്കുകയാണ്. ഒരു നല്ല ബ്യൂട്ടീഷ്യനെ പോലെ ദൈവം തന്റെ ദയയും കരുണയും കൊണ്ട് നമ്മെ അലങ്കരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയും മറ്റാർക്കൊണ്ട് നമ്മോട് ഇത്ര വലിയ ദയുള്ളത്? ആ ദയ അവസാനിക്കാത്ത ദയാണ്, എന്നുമുള്ള ദയാണ്. ആ ദയ ഇന്നും ആ ദയ നാം അനുഭവിക്കുന്നു. ഇന്നലെ വരെ അനുഭവിച്ചു, നാളെയും അല്ല, തീർന്നില്ല. നമ്മുടെ മരണം വരെയും ദൈവത്തിന്റെ ദയ നാം അനുഭവിക്കും. മരണം വരെ അല്ല കേട്ടോ. സങ്കീർത്തനത്തിലെ അനുഗ്രഹീത വാക്യം, യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ദൈവജനമേ, ഞാനൊരു കാര്യം പറയാം കേട്ടോ, സമയം പോയല്ലോ, പെട്ടെന്ന് പറയാം. എന്റെ വല്യമ്മച്ചിയുടെ എനിക്ക് ഓർമ്മയില്ല, അന്നത്തെ കാലത്തെ ഈ ദൈവദാസന്മാർ വരും, ഈ സാറപ്പച്ചനൊക്കെ വീട്ടിൽ എനിക്കറിയത്തില്ല അവരെയൊന്നും. അവര് രാത്രി പെട്ടെന്ന് കയറി, വാട്സാപ്പും ഇല്ല, സെൽഫോണും ഇല്ല, ടെലിഫോണും ഇല്ല, ഒന്നുമില്ല. 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് വർഗിച്ചായ ഞാമാമേ ഞങ്ങളിവിടെ വരിക, ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയും. കാരണം ദേശത്ത് വേറെ ആരും ഇല്ല വിശ്വാസികൾ. ഒരു 3-4 പേര് അന്ന് അവിടെ കാണും, മൺറാട് ഏരിയയിൽ, തലപ്പാടിയിൽ. അപ്പം വല്യമ്മച്ചി എന്ത് ചെയ്യും? പാവം വല്യമ്മച്ചി കഴിക്കേണ്ട ആഹാരം വൈകിട്ടത്തെ, ബാക്കി എല്ലാവരും അപ്പച്ചനെല്ലാം കൊടുത്തു, എല്ലാവരും കൊടുത്ത് വല്യമ്മച്ചി കഴിക്കേണ്ട ആഹാരം എന്ത് ചെയ്യും? അതെടുത്ത് ഈ ദേവദാസന്മാർക്ക് കൊടുത്തിട്ട് എന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത് ആ വല്യമ്മച്ചിക്ക് കഴിക്കേണ്ട ചോറ് അന്ന് ദേവദാസന്മാർ കൊടുത്തിട്ട് പട്ടിണിയോടെ കിടക്കും. അതും ഒന്നല്ല, ഒരു ദിവസമല്ല, ഒരാഴ്ചയിലും ഒരു മാസമല്ല, നാളുകൾ അങ്ങനെ കിടന്നു. വല്യമ്മച്ചിക്ക് ഗ്രീക്ക് വേർഡും അറിയത്തില്ല, വല്യമ്മച്ചിക്ക് ഹീബ്രു വേർഡ് ഒന്നും അറിയത്തില്ല, വല്യമ്മച്ചിക്ക് ഒരു തിയോളജി അറിയത്തില്ല. പക്ഷേ ഒന്നറിയാം, എന്റെ കർത്താവിന്റെ ദയ എന്നെ വീട്ടും മാറത്തില്ല. എന്റെ കർത്താവിലുള്ള വിശ്വാസം, അചഞ്ചലമായിരിക്കുന്ന വിശ്വാസമാണ് അന്ന് വല്യമ്മച്ചിനും ഉണ്ടായിരുന്നത്. അതിന്റെ ദയ ഇന്ന് ഞങ്ങൾക്കുള്ളത്. ദൈവജനമേ, കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെ 4-ാമത്തെ തലമുറ വരെ കണക്കിടുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവരോട്, ആ വചനം ദൈവത്തെ സ്നേഹിക്കുന്നവരോട് ദയ കാണിക്കുന്ന എത്ര തലമുറ വരെയാണ്? 1000 തലമുറ വരെ. 1000 തലമുറ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നാം ദൈവത്തെ സ്നേഹിച്ചാൽ നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം വരുത്താൻ കർത്താവ് മതിയായവനാണ്. ലോകത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ വാട്സാപ്പിലൊക്കെ എൻ്റെ ജ്യേഷ്ഠനെയും പെങ്ങളെയൊക്കെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് വീഡിയോ ഓൺ ചെയ്യും. എടി നിന്നെ കണ്ടിട്ട് എത്ര നാളായി, അല്ലെ ജ്യേഷ്ഠനെ അങ്ങ് ഓൺ ചെയ്യുക ചെടുത്തിയൊക്കെ കാണാൻ വേണ്ടിയൊക്കെ. അപ്പൊ മുഖാമുഖം കാണുക. കാരണം ആ സ്നേഹം കൊണ്ടാണ്.
അവരുമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ചിലപ്പം അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അരമണിക്കൂറൊക്കെ സംസാരിക്കും. ദൈവജനമേ, അങ്ങനെയെങ്കിൽ നാം നമ്മെ രക്ഷിച്ച കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വചനദാനം, നമ്മുടെ ഉപവാസം, നമ്മുടെ സുവിശേഷീകരണം ഇതൊക്കെ കുറയുമോ? നാം കർത്താവിനെ സ്നേഹിച്ചാൽ കർത്താവിന്റെ ദയ നമ്മോട് കർത്താവ് കാണിക്കും. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ പേരെന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ ദാസിയെ, നമ്മുടെ പേര്, നമ്മൾ കർത്താവിനെ സ്നേഹിച്ചില്ല, നമ്മുടെ പേരെന്താണെന്ന് അറിയാം? ഞാനത് പറയത്തില്ല. ഒരിക്കൽ ഞാനത് പറഞ്ഞാന്ന് തോന്നുന്നു പ്രയർ ലൈനിൽ. അത് റെപ്യൂട്ടേഷൻ ആണെങ്കിൽ സാദരം ക്ഷമിക്കണം. പറയാമോ? നമ്മൾ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ പേരെന്താണെന്ന് അറിയാമോ? ആ വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 2:4 അല്ല, അത് ശരിയാ പറഞ്ഞത്. അപ്രീഷിയേറ്റ് യു. 4 1 യോഹന്നാൻ 2:4 പെട്ടെന്ന് വായിച്ച് സഹായിക്കുമോ? സമയം പോയി. Someone claims I know God but does not obey. അറിഞ്ഞിരിക്കുന്നു പറയുകയും Liar. യെസ്, ലയർ. പറഞ്ഞോ, കഥാദാസി ഒന്ന് വായിച്ചേ. അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അവനിലില്ല. ഇതാരായി പറഞ്ഞേ? സ്നേഹത്തിന്റെ അപ്പോസ്തലനാ. അപ്പോസ്തലൻ എങ്ങനെ അഭിസംബോധന ചെയ്യുന്ന, ഗ്രീറ്റിംഗ്സ് എങ്ങനെ കൊടുക്കുന്നത്? കുഞ്ഞുങ്ങളെ, മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട് കാര്യത്തോടെ ഇത് സ്നേഹത്തോടെ പറയുന്നേ. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ദൈവവചനത്തിന്റെ ആ ശക്തിയിൽ ആ വളരെ എന്താ പറയുന്നേ, കാര്യത്തോട് അടുത്തപ്പം പറയുന്ന കേട്ടോ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ കള്ളനാണെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവജനമേ, അടുത്തത് ദൈവത്തിന്റെ ദയ നമ്മെ താങ്ങുന്നു എന്നതാണ്. എല്ലാ കാര്യവും പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല. സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം ഞാൻ വായിക്കുക. എന്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. എത്ര അനുഗ്രഹീതമായ വാക്യം അത്. നമ്മുടെ കാല് വഴുതുന്നു എന്ന് തോന്നുന്ന എത്ര 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 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ. നമ്മുടെ ജീവിതയാത്രയിൽ തളർന്ന് ക്ഷീണിച്ചു പോയ സന്ദർഭങ്ങൾ അനവധിയാണ്. കഷ്ടതയുടെ നടുവിലൂടെ നമ്മൾ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം ക്ഷീണിച്ചു പോയെങ്കിലും ദൈവം നമ്മളെ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ ദയ നമ്മെ ഓരോ ദിവസവും താങ്ങി നിർത്തുന്നു. കൃപയുടെ കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഞാനൊരു അസൈൻമെന്റ് തരാം. ദാവീദ് രാജാവ് യഹോവയുടെ ഒരു പാപം ചെയ്ത ഒരു അസൈൻമെന്റ് നിങ്ങൾ പിന്നീട് ധ്യാനിക്കുക. ദാവീദിന്റെ മനസ്സിൽ സാത്താൻ തോന്നിപ്പിച്ച ഒരു കാര്യമാ. അത് പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല. ജനത്തെ എണ്ണാൻ ദാവീദിന് തോന്നിച്ച സംഭവം 2 ശമൂവേൽ 24 പിന്നീട് നിങ്ങളതൊന്ന് വായിച്ച് ധ്യാനിക്കണമേ. അപ്പം ദാവീദ് തെറ്റ് ചെയ്തു. ദാവീദ് പറയുന്ന, അടിയന്റെ കുറ്റം ക്ഷമിക്കണേ, ഞാൻ വലിയ പോറ്റത്തം ചെയ്തു പോലെന്ന് പറഞ്ഞു. ഇതാ പ്രവാചകൻ വരുന്നു, ഗാദ് പ്രവാചകൻ വരുന്നു, ദാവീദിന്റെ അടുത്ത് വന്നു. ദാവീദിന് പറയുന്ന, മോനെ, ദൈവശിക്ഷയ്ക്കുള്ള 3 ഉപാധികൾ വെച്ച് ഏതെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഗാദ് പ്രവാചകനോട് പറയുന്നു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. എന്നിട്ട് ദാവീദ് പറയുന്ന മറുപടി ശ്രദ്ധിച്ചേ, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. കണ്ടോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. പ്രയർ ലൈനിലുള്ള ദൈവജനമേ, നമ്മുടെ വിഷമത്തിന്റെ സന്ധികളിൽ ദാവീദ് എടുത്ത തീരുമാനം നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക എന്ന തീരുമാനം നമുക്ക് തുണയായിരിക്കട്ടെ. നാം വീഴുന്നത് നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്കായിരിക്കട്ടെ. ദൈവത്തിന്റെ ദയ നമ്മെ താങ്ങും. യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. ഞാൻ വീണു പോകാമായിരുന്നു, വീഴാൻ തക്കവണ്ണ ശത്രുവിനെ തള്ളിയെങ്കിലും യഹോവ എന്നെ താങ്ങി എന്ന് പറഞ്ഞാൽ യഹോവ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. ഒക്കെ നമ്മുടെ എല്ലാ അനുഭവമല്ലേ. നമ്മെ താങ്ങുന്ന ദൈവത്തിന്റെ ദയക്കായിട്ട് സ്തോത്രം ചെയ്യണം പ്രിയരെ. വീണ്ടും ദയയെക്കുറിച്ച് വർണ്ണിക്കാൻ സമയമില്ല. രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ടു ഡിക്ലെയർ യുവർ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ഇൻ ദ മോർണിംഗ് ആൻഡ് യുവർ ഫെയ്ത്ത്ഫുൾനെസ് ബൈ നൈറ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിന്റെ ദയയെക്കുറിച്ചും രാത്രി കിടക്കുമ്പോൾ കർത്താവിന്റെ വിശ്വസ്തതയെക്കുറിച്ചും നാം വർണ്ണിക്കണം പ്രിയരെ. കഴിഞ്ഞ രാത്രി കർത്താവെ, അങ്ങ് ഉറങ്ങാത്ത കാവൽക്കാരനാക്കി എന്നെ കാത്തല്ലോ, എന്നെ എന്റെ കുടുംബത്തെ ഒടുക്കിക്കളയാൻ ശത്രുവിന് അങ്ങ് അത് അനുവദിച്ച് കൊടുത്തില്ലല്ലോ. പകലെ ജോലിക്ക് പോകാൻ, പല കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുവാനൊക്കെ ദൈവമേ എന്നെ സഹായിച്ചല്ലോ. അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം.
പകലത്തെ ഓട്ടം ഓടി തികച്ചല്ലോ, നന്ദി. അവിടുന്ന് എന്നെ പ്രാപ്തനാക്കിയല്ലോ. അല്ലെ, പകല് ഞാൻ വീട്ടിലെ ജോലികൾ ചെയ്തല്ലോ, പ്രാർത്ഥിച്ചപ്പോഴേ, അതെ, വചനം ധ്യാനിച്ചല്ലോ. യുവജനമേ, നമ്മുടെ ജോലിയെ, നമ്മുടെ ഓർമ്മശക്തിയെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ആമേൻ ഹല്ലേലൂയ എല്ലാത്തിനെയും ഒതുക്കി ഇല്ലാതാക്കാൻ, നമ്മെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെ ദൈവമാണ് തകർത്ത് കളയുന്നത് ഓർക്കണമേ. ആമേൻ. പ്രിയ ദൈവവൈതലേ, നമ്മുടെ ദയ കാണിക്കുന്ന, നമ്മെ മറന്നു കളയാത്ത ദൈവത്തെ അനുഭവിച്ചറിയാനിടയായത് നമ്മുടെ മഹാഭാഗ്യം. അക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? സ്തോത്രം. പാർട്ട് ബിയിലെ 1 മിനിറ്റ് കൊണ്ട് ഞാൻ അതൊരു മെസ്സേജ് ആക്കി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അതൊരു മെസ്സേജ് അല്ല, 2-3 ക്ലാസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ആ പാർട്ട് ബി, നമ്മൾ ആ പാർട്ട് ബി മറന്നു പോകല്ലേ. എന്റെ സമാധാന നിയമം നീങ്ങി പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ. ഞാൻ നിങ്ങളൊരു വാക്ക് പഠിപ്പിക്കാം കേട്ടോ. ഒരു പുതിയ വാക്ക് പഠിപ്പിക്കാം. ഗ്രീക്ക് വേർഡാണ് സമാധാനം. ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. ആ വാക്ക് ഇങ്ങനെയാണ്, അയുർവീൻ. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. അയുർവീൻ, AYURVIVE. അയുർവൈവ് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യേണ്ടത് നിങ്ങൾ പിന്നീട് യൂട്യൂബിൽ നോക്കിയാൽ മതി. അയുറൈൻ ആയിരിക്കും ഒരു പക്ഷേ. സമാധാനം ഗ്രീക്കിലെ ഒരു വേർഡാ. പുതിയ നിയമത്തിലെ പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഉടനീളം അയുർവീൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ദൈവമക്കളെ ഈ സമാധാനം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. പ്രശ്ന കലുഷിത സാഹചര്യത്തിലും പതറാത്ത മാനസികാവസ്ഥയ്ക്കാണ് അയുർവീൻ എന്ന് പറയുന്നത്. അയുർവീൻ. പ്രശ്നം രൂക്ഷമാണ്, പ്രശ്നം തീവ്രമാണ്, തളർന്നു പോകാൻ സാധ്യതയുണ്ട്, ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, മാനസികമായി തകർന്നു പോകാൻ സാധ്യതയുണ്ട്, ആത്മീകമായി ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്, തകർന്ന് തരിപ്പണമായി പോകാൻ സാധ്യതയുണ്ട്, ശരീരം മുഴുവൻ വേദനയാൽ ഭാരപ്പെടുന്നുണ്ട്, ബെഡേലാണ്, പ്രശ്നങ്ങളിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇരച്ച് കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളപ്പാച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നും. വെള്ളത്തിന്റെ വരവ് കണ്ടാൽ അറിയാം നമ്മളെ മുക്കിക്കളയാനാ, നമ്മളെ മുടിച്ചു കളയാൻ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന്. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന നിമിഷങ്ങളുണ്ട്. പീപ്പിൾ ഓഫ് ഗോഡ്. എന്നാൽ അതിന്റെ മധ്യത്തിലും ഉറച്ചു നിൽക്കുന്നു എന്തോ ഒരു സമാധാനം. എങ്ങനെയാ അത് ഡിസ്ക്രൈബ് ചെയ്യണ്ടേ, എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ എനിക്കറിയത്തില്ല. നമുക്ക് എന്തോ ഒരു സമാധാനം, എന്തോ ഒരു കരുത്ത്. അമേൻ. സമാധാനം തരുന്നതുകൊണ്ടാണ് അതിനെ അതിജീവിക്കാൻ കഴിയുന്നത്. അതിന്റെ എല്ലാം മധ്യത്തിലും ഇടയാത്ത മാനസികാവസ്ഥ, കാലുകൾ ഇടറിപ്പോകാതെ, മനസ്സ് പതറിപ്പോകാതെ കരുത്തോടെ നിൽക്കുന്ന അവസ്ഥ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു അതിജീവനത്തിന്റെ പ്രാപ്തി. അതെ, വിളിച്ചു പറയും നമ്മൾ തന്നെ, ഞാൻ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യും. യെസ്, ഐ വിൽ കം ഓവർ. ആമേൻ. യെസ്, ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരും. ഐ വിൽ കം ഔട്ട്. കർത്താവ് എനിക്ക് കരുത്ത് തരും. എന്റെ ഈ പ്രശ്നം കർത്താവ് സോൾവ് ചെയ്ത് തരും. അങ്ങനെ ആ കരുത്തോടെ നിൽക്കുന്ന അവസ്ഥ, അതാ ദൈവമക്കളെ സമാധാനം. ദൈവിക സമാധാനം. അതിന്റെ ഹീബ്രു വേർഡ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. സുപരിചിതമായ വാക്കാണ് ഷാലോം. ഷാലോം. എല്ലാവരും ഒരുമിച്ച് ആ വാക്കെന്ന് പറഞ്ഞേ, ഷാലോം. ഷാലോം. നമ്മളെ ഈ പ്രേസിലോട് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. എനിക്ക് തിയോളജിക്കലി എനിക്ക് തെറ്റെന്ന് തോന്നുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ലോർഡ്. ഷാലോം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. യുവജനമേ, പെട്ടെന്ന് ഞാൻ നിർത്തിക്കോളാം. യഹൂദൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഈ തിയോളജി പഠിച്ചപ്പം ഈ ഹീബ്രു ടെസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാനൊരു യഹൂദന്മാരുടെ ഒരു പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പം ഇവിടെ ജനിച്ചു വളർന്നവരാ. അതാ ഇന്നത്തെ ഭയങ്കര രസം. ഇവിടെ ജനിച്ചു വളർന്നവരാ. ഞാൻ ഫോണ് വിളിക്കുമ്പോൾ അവരാദ്യം പറയുന്നത് ഷലോം, ഷലോം. ഇവിടെ അമേരിക്കൻ നമ്മുടെ പിള്ളേർ ഇവിടെ ജനിച്ചു വളർന്ന അവര് പോലും നമ്മുടെ വാക്കുകളൊന്നും ഉപയോഗിക്കത്തില്ല. അവര് പോലും, അല്ലെങ്കിൽ മേ ഐ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ ഈ ജനിച്ചു വളർന്ന യഹൂദൻ പോലും ഷലോം. യുവജനമേ, യഹൂദൻ കേൾക്കാൻ ഒരേ ഒരു പദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷലോമാണ്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോയ പുരോഹിതനെ ഒന്ന് പിക്ചർ ചെയ്തേ. ആ മഹാപുരോഹിതൻ മടങ്ങി വരുമ്പോൾ താൻ ആദ്യമായിട്ട് ഉച്ചരിക്കുന്ന വാക്കാണ് ഷലോം.
എന്നത്. പുരോഹിതന്റെ നാവിൽ നിന്ന് അല്ലെങ്കിൽ അതിരത്തിൽ നിന്ന് കേൾക്കാൻ കാതുകൂർപ്പിച്ചിരിക്കുന്ന ജനത്തോട് ഷാലോം എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിയായ സന്തോഷമാണ്. മഹാപുരോഹിതൻ കരങ്ങൾ ഉയർത്തി ഷാലോം പറഞ്ഞ് ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ആ ഷാലോം എന്ന ഒരൊറ്റ പദത്തിൽ ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്വവും എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ഓർക്കണമേ. 9:50 ദൈവജനമേ, സമാധാനം എന്നുള്ള പദം, സമാധാന നിയമം, അങ്ങനെ 2-3 പദങ്ങളാണ്. സമാധാന നിയമമുണ്ട്, അതുപോലെ സമാധാനമുണ്ട്, അതുപോലെ ഞാൻ അതിന്റെ നോട്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാന യാഗം ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമയം ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് ഷെയർ ചെയ്യാം. എല്ലാ ദൈവജനത്തിനും സ്നേഹാദരവുകൾ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കൃപയുടെ കവചത്തിൽ മറയ്ക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.